ബിക്കോസ് നമ്മുടെ റൊട്ടീൻ കറക്റ്റായിട്ട് പോകുന്നില്ല, ഉറക്കം കംപ്ലീറ്റ് ആവുന്നില്ല, അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. ഡാഡി ഈസ് വാച്ചിങ്. ഹലോ ഗായ്സ്, വെൽക്കം ടു സബ് കോൺഷ്യസ് വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മിനിഞ്ഞാന്ന് അല്ലെങ്കിൽ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, എൻ്റെ റൊട്ടീനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ അത്യാവശ്യം നല്ല ലൈക്കൊന്നുമില്ല, വ്യൂസ് അത്യാവശ്യം കുറച്ച് വ്യൂസ് ഉണ്ട്. ഓക്കെ, കുറച്ച് വ്യൂസ് കണ്ടവർ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം. കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മിനിഞ്ഞാന്ന് അല്ലെങ്കിൽ അതിൻ്റെ തലേദിവസം എന്താണ് ചെയ്തിരുന്നതെന്നുള്ള കാര്യം ഞാൻ പറയാൻ പോവാണ്. ദിവസം മുന്നേ മിനിഞ്ഞാന്ന് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനിഞ്ഞാന്ന് ഞാൻ ചെയ്തത്, എനിക്ക് മെൻ്റലി ഭയങ്കര സ്ട്രെസ്സായിരുന്നു. എനിക്ക് ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നത് ഇഷ്ടമല്ല. ശരിക്കും മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് അത് ഭയങ്കര മെൻ്റലി ഭയങ്കര ഇതായിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ബോഡിയോട് ഞാൻ ചോദിച്ചു നിനക്ക് റെസ്റ്റ് വേണോ ചോദിച്ചപ്പോൾ പറഞ്ഞു യെസ്, യു നീഡ് റെസ്റ്റ്. നീ ഒന്ന് ഒരു ബ്രേക്ക് എടുക്ക്. അങ്ങനെ ഓടിയിട്ട് കാര്യമില്ല, നിനക്ക് ബ്രേക്ക് വേണം, കാരണം യുവർ ബാറ്ററി ഈസ് ലോ എന്ന് പറഞ്ഞ് ഞാൻ ആ രണ്ട് ദിവസമല്ല ഒരു ദിവസം ഞാൻ കംപ്ലീറ്റ്ലി എല്ലാത്തിനും സ്കിപ്പ് അടിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസമായിരുന്നു ഇന്നലെ ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ, ഇന്നലെ ഞാൻ അക്കിക്കാവിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അക്കിക്കാവ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഞാൻ പല്ല് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, പല്ല് വെച്ചിട്ടാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് പല്ല് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു സെറ്റ് പല്ല് നമ്മുടെ ഈ പല്ലുണ്ടാ, ഈ ഭാഗത്തുള്ള പല്ലിപ്പോഴും ഞാൻ വെച്ചിട്ടില്ല, അത് അവിടെ എടുത്ത് വെച്ചിരിക്കണം. അപ്പോൾ ഈ പല്ല് വയ്ക്കാനായിട്ട് നമ്മൾ ആശുപത്രിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പല്ല് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ട്രിം ചെയ്യാനായിട്ട് ഇന്നലെ ആശുപത്രിയിലേക്ക് ഒന്നുകൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ട്രിം ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇന്നലെ ഞാൻ ഒരു വ്ളോഗിങ് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഒന്നും കിട്ടിയില്ല. വ്ളോഗിങ് വീഡിയോ ഒന്നും കിട്ടിയില്ല. കാരണം അപ്പോൾ ഞാനിന്ന് വീഡിയോ എടുക്കണ്ടേ വിചാരിച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ എങ്ങനെ പോകണമെന്ന് അറിയുക, പോകില്ല, പോയ സ്ഥലത്ത് തിരിച്ചു വന്നോണ്ടിരിക്കുക. അക്കിക്കാവ് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകേണ്ട പ്രാവശ്യം ഉണ്ടായിരുന്നു. എന്തിനാ പോയേ എൻ്റെ പല്ല് ക്ലിയർ ആക്കാൻ പോയതാണ് ഗൈസ്. നമ്മൾ പല്ലെടുക്കാൻ മറന്നു. ഇത് വീട്ടിൽ പോയി തിരിച്ചെടുത്തിട്ട് വേണം ആശ്രയിച്ചല്ലേ. വല്ല കാറ്റുണ്ടോ? അയ്യോ, പറയണ്ട വിചാരിച്ചാ, പക്ഷെ അത് പറയും ഗൈസ്. എന്തരേ വയ്യ. ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോയത്, ആശുപത്രിക്ക് പോയത് പല്ല് മാറ്റിയൊക്കെ വേണ്ടിയിട്ട്. പല്ല് ഒന്ന് മിനിസാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആശുപത്രിക്ക് പോയത്. പക്ഷേ പല്ല് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. നല്ല നമ്മളെ പറ്റി പല്ല് എടുക്കാണ്ടാണ് നമ്മൾ ആശുപത്രി പഠിക്കൽ വരെ പോയത്. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് വന്ന് പിന്നെ വീട്ടിൽ പോയിട്ട് പല്ലെടുത്തിട്ട് ആശുപത്രി പോകാൻ നിന്നില്ല. സമയമൊക്കെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ നമുക്ക് വർക്കിന് തന്നില്ല. നമ്മളവിടെ ഒരാൾ മിസ്സാവുകയാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഷോപ്പിലുണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ നേരെ പിന്നെ ആശുപത്രി പോകാണ്ട് നേരെ വർക്കിന് കയറാണ് ചെയ്തത്. അങ്ങനെ അടുത്ത ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും അതേ മ്യൂസിക് പ്രാക്ടീസ് കഴിഞ്ഞിട്ടില്ല. മ്യൂസിക് പ്രാക്ടീസ് കഴിയാത്തതിന് കാരണം ഇന്ന് രാവിലെ മോർണിംഗ് അലാറം വെച്ചിരുന്നു, പാട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് നടന്നിട്ടില്ല. പിന്നെ അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ മുടങ്ങിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വേൾഡ് കപ്പ് ബ്രസീലിൻ്റെ കളിയായിരുന്നല്ലോ. ബ്രസീലിൻ്റെ കളിയായതുകൊണ്ട് അതിന് ടു വാച്ച് ദ ഗെയിം. ഞാൻ കളി കാണേണ്ട വിചാരിച്ചതാണ്. പക്ഷേ അച്ഛനെ ഇവിടെ നിന്ന് കളി കണ്ടപ്പോൾ എനിക്ക് കളി കാണാതിരിക്കാൻ പറ്റുന്നില്ല. ബ്രസീൽ എൻ്റെ ടീമല്ല, പക്ഷെ എന്നാലും എനിക്ക് കാണാൻ ഭയങ്കര ത്വരയായതുകൊണ്ട് പുള്ളി ഒന്ന് കണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പാട്ട് പ്രാക്ടീസും സ്ലീപ്പും ഒന്നും കറക്റ്റായില്ല. സ്ലീപ്പൊക്കെ ഞാൻ ബസ്സിൽ നിന്ന് ചെയ്ത്. അതുകൊണ്ട് ബുക്ക് റീഡിങ്ങും നടന്നില്ല. ബുക്ക് റീഡിങ് ഒരു പേജ് അങ്ങോട്ട് വായിച്ചുള്ളൂ. വായിച്ച പേജ് തന്നെ വായിച്ചിരിക്കുക കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ടാവും ഞാനിപ്പോൾ പേജൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. വലിയ ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തൊക്കെയാണ് എനിക്ക് 3 ദിവസത്തിലുണ്ടായിരുന്ന കാര്യം എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബൈ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.